പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് വീണ്ടും നമുക്ക് ഈ ബാലരാമപുരത്തെ ഈ ശുശ്രൂഷയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം തന്ന ആ വലിയ കൃപയ്ക്കായി നന്ദി പറഞ്ഞാട്ടെ. ഇതൊരു സന്തോഷത്തിന്റെ നിമിഷമാണ്, ഇതൊരു ആനന്ദത്തിന്റെ നിമിഷമാണ്. യഹോവയ്ക്കും അവന്റെ ഭക്തന്മാർക്കും വിരോധമായി ഭൂമിയിലുള്ളവർ പദ്ധതിയിടുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ കരയുന്നു എന്നല്ല, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം സ്വർഗത്തിനെതിരെയും പിശാചിന് പദ്ധതികളുണ്ട്. പക്ഷെങ്കിൽ എത്ര വലിയ പദ്ധതികൾ പിശാച് സ്വർഗത്തിനെതിരെയും സ്വർഗീയ കാര്യങ്ങൾക്കെതിരെയും പദ്ധതിയിട്ടാലും അത് നടക്കില്ല എന്ന ഉറപ്പിലാണ് സ്വർഗം ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കരയുന്നതിന്റെ കാര്യം പിശാചിട്ട പദ്ധതി നടക്കുമോ എന്ന ഭയമാണ്. നമുക്കെതിരെ ഉള്ളതുപോലെ അതുപോലെ പിശാച് സ്വർഗത്തിനെതിരെ പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിശാച് നമ്മുടെ ശത്രുവാകുന്നത് പോലെ അവൻ ദൈവത്തിന്റെ ശത്രുവാണ്. പറഞ്ഞ പിശാച് എന്റെ മാത്രമല്ല, ദൈവത്തിന്റെയും ശത്രുവാണ്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഗുണം, ദൈവം ടെൻഷൻ അടിക്കുന്നില്ല. ഹല്ലേലൂയ. പിശാച് എത്ര വലിയ ഗൂഢതന്ത്രങ്ങളുമായി വന്നാലും ജയം ദൈവത്തിനും തന്റെ അഭിഷിക്തനുമാണെന്നുള്ള ഉറപ്പ് ലഭിക്കുന്നത് കൊണ്ട് ആ ഉറപ്പിന്റെ റലത്തിലാണ് ദൈവം എന്ന വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് ചിരിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെ. പിശാചിന്റെ പദ്ധതികളുടെ മുൻപിൽ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട വികാരം കരച്ചിലല്ല. കരയുന്നത് അവൻ ചെറിയ വിശ്വാസത്തിൽ ഇന്നലെ വന്നവർ കരയട്ടെ. പക്ഷെങ്കിൽ ദൈവ സ്വർഗത്തിൽ വസിക്കുന്നവർ, ഗ്ലോറി റലത്തിൽ വസിക്കുന്നവർ ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുള്ള ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ചിരിയെ ഒന്നും തടയരുത്. ഒന്നും നിങ്ങളുടെ മുഖത്തെ വാടുമാറാക്കരുത്. ഹല്ലേലൂയ. നിന്റെ മുഖം വാടുന്നത് എന്തിന്? ഹല്ലേലൂയ. ആമേൻ. യഹോവ എന്റെ മുഖപ്രകാശ രക്ഷയും അവൻ എന്റെ ദൈവവുമാകുന്നു. ഹല്ലേലൂയ. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ പേടിക്കും? അവൻ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ ഭയപ്പെടും? പക്ഷെ ഒരു സൈന്യം എന്റെ നേരെ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ യഹോവയിൽ നിർഭയമായി വസിക്കും. ഹല്ലേലൂയ. ഓറാ ഷഹീദ. ഹല്ലേലൂയ. റിഖമല സെറ്റിയ റമഹസിയ ലേറി മഗോഷസിയ റേബിൽ അസോറ മറ്റിക്രാലിയ മറ്റേസേവി മല്ലിക്കോറ കട്ടർമനേസി പ്രവാരിയ റഫീലി മസോറി മാർവോലി മഷസെ റഹില സെമേറെ കോലമ സേക്കറ മംഗുലി ഗാണ്ടര കോറമ ലിക്കറ സെക്കലെ മക്കറ കിക്കറ ലിക്രാമ ചോസിയ മെർവിനി നസാറി അർദനെ സെംബ്രാലിവിയ ശഗല റിമന സിബിറിയ ഡോസിയ ലഹീറ മസിയ ഓറ ഷഹീദ. ഹല്ലേലൂയ. യഹൂദ ജനത്തിനെതിരെ ഹാമാൻ പദ്ധതിയിട്ടു. അവരെ മുഴുവൻ ഉന്മൂല നാശം വരുത്തണം. എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിനും ദൈവജനത്തിനുമെതിരെ പദ്ധതികൾ പിശാചിന് ഉണ്ട്. പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. വ്യക്തമായ ഒരു
കഴുകുമരം ഹാമാൻ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പുറത്തെ കണ്ണിൽ പുറത്തെ ഇന്ദ്രിയങ്ങൾ ഉള്ളവർ നോക്കിയാൽ യഹൂദ ജാതി തന്നെ നശിക്കും, മൊർദെഖായി നശിക്കും, അല്ലെങ്കിൽ എസ്തേർ നശിക്കും, അല്ലെങ്കിൽ യഹൂദ ജനം നശിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് ഉന്മൂല നാശം വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പിശാച് എന്ത് ചെയ്യുന്നു? നമുക്കെതിരെ ഡിസൈൻ ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇത് കണ്ട് നമ്മൾ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ഹല്ലേലൂയ. നമ്മൾ റലത്തിൽ വർദ്ധിച്ചോണം. ഹല്ലേലൂയ. ഇതിന്റെ ഇടയിൽ കൂടെ ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള ഒരു റൂട്ട് ദൈവം ഇട്ടിട്ടുണ്ട്. അതേ കഴുകുമരത്തിൽ ഹാമാനെ കയറ്റുന്ന ഒരു റൂട്ട് ദൈവം ഇട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അതേ പിശാചിനിട്ടുള്ള പ്രഹരമാക്കി അത് മാറ്റുവാൻ നിങ്ങളുടെ പ്രതിസന്ധിയെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓറൽ റോബർട്സ് എന്നൊരു വ്യക്തിയുടെ സാക്ഷ്യം കേട്ടു. ഓറൽ റോബർട്സ് അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റി പണിയുകയും ബെന്നിഹിനൊക്കെ തൊട്ട് മുൻപായിട്ട് ഹീലിംഗ് മിനിസ്ട്രിയിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദേവദാസനാണ്. പക്ഷെ താൻ ഹീലിംഗിൽ ഉപയോഗിക്കപ്പെട്ടതിന്റെ കാരണം തനിക്ക് രോഗം ശക്തിയായി വന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്കെതിരെ എന്താണോ പിശാച് ഉപയോഗിക്കുന്നത് അതിലാണ് നിങ്ങൾ ആത്മമണ്ഡലത്തിൽ ഏറ്റവും കിടിലമാകുന്നത്. നിങ്ങൾക്കെതിരെ രോഗം ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളിൽ ദൈവം ഒരു ഹീലിംഗ് റലം ഓപ്പണാക്കാൻ പോകും. നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കാൻ പിശാച് നോക്കുന്നെങ്കിൽ നിങ്ങളിലൂടെ അനേകരുടെ കുടുംബജീവിതത്തെ പണിയാൻ ദൈവം പദ്ധതിയിടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടാണോ പിശാച് അടിക്കുന്നത് അവിടെയാണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? എവിടാണോ പിശാചിന്റെ പ്രഹരം നിങ്ങൾ കേൾക്കുന്നത് ആ മേഖലയിൽ നിങ്ങളെ ട്രെയിനിങ് ചെയ്തിട്ട് ആ മേഖലയിലുള്ളവരെ പണിയാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ദാവീദ് പറയുന്നു, അവൻ എന്റെ വിരലുകളെ യുദ്ധത്തിനായിട്ട് അഭ്യസിപ്പിക്കുന്നു. ഹല്ലേലൂയ. 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 ദാവീദിന്റെ ജീവിതം നമ്മളൊന്ന് നോക്കിയാൽ തനിക്കെതിരെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നു. നമുക്കൊന്ന് വായിക്കാമോ? ഹല്ലേലൂയ. നമുക്ക് ഒന്ന് ശമൂവേലിലേക്ക് വരാം. ഹല്ലേലൂയ. അതിന്റെ 17-ാം അധ്യായത്തിലേക്ക് വരാം. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 34 മുതൽ ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 17:34 മുതൽ. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. മതി. ശ്രദ്ധിച്ചേ, ഇത് ദാവീദ് എന്ന വ്യക്തി, ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്കെതിരെ വന്ന അറ്റാക്കുകളെ താൻ നേരിട്ട കാര്യമാണ് പറയുന്നത്. ദാവീദിന്റെ ആട് അല്ലെങ്കിൽ ദാവീദിന്റെ അപ്പന്റെ സ്വന്തം വീട്ടിലെ ആടിന്റെ കാര്യമായി പറയുന്നത്. ഹല്ലേലൂയ. സ്വന്തം വീട്ടിലെ ആട്ടിൻകൂട്ടത്തെ താൻ എങ്ങനെ സംരക്ഷിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഹല്ലേലൂയ രാജ്യത്തിന്റെ കാര്യമല്ല. പക്ഷെങ്കിൽ ഇനി അടുത്ത വാക്യം ഒന്ന് നോക്കിയേ. വ്യക്തിപരമായ ജീവിതത്തിൽ താൻ ഇത് ഡീൽ ചെയ്തപ്പോൾ ദൈവം തന്നെ എങ്ങോട്ടാണ് കയറ്റുന്നത്? അടുത്ത വാക്യം. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രധർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. മതി. ഇവിടെ അടുത്ത വിഷയം തന്റെ
വിഷയമാണോ? ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന ഫിലിസ്ത്യൻ എന്നോടൊന്ന് ഉത്തരം പറഞ്ഞേ, തന്റെ വ്യക്തിപരമായ വിഷയമാണോ? മൈക്കിൽ പറ. അല്ല. പക്ഷെ ആദ്യത്തെ കേസ് എന്തോ ആയിരുന്നു? വ്യക്തിപരം. രണ്ടാമത്തെ കേസ് ഏതാണ്? ദൈവികവും ഒരു ദൈവിക സംസ്ഥാനം അല്ലെങ്കിൽ ദൈവിക ജനത്തെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെങ്കിൽ തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ദൈവിക ഡീലിംഗ് ഉപയോഗിച്ചാണ്, ആ ഫെയ്ത്ത് ഉപയോഗിച്ചാണ്, ആ ട്രെയിനിങ് ഉപയോഗിച്ചാണ്, ആ വിരലുകളുടെ അഭ്യാസത്തിന്റെ ബലം ഉപയോഗിച്ചാണ് താൻ നാളെ രാജ്യത്തിന്റെ വിടുതലായി മാറുന്നത്. നിങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് എനിക്കെതിരെ എല്ലാ അറ്റാക്കും വരുന്നത് എന്നുള്ള ഉത്തരം ഞാൻ പറയാം. അതേ മേഖലയിലുള്ള ആയിരങ്ങൾക്ക് നീ വിടുതലായി മാറും. അതേ മേഖലയിൽ യുദ്ധത്തിലൂടെ പോകുന്ന, വെല്ലുവിളികൾ നേരിടുന്ന, പ്രതിസന്ധികൾ നേരിടുന്ന ചിലരെ അടുക്കലേക്ക്, ചില ആയിരങ്ങളുടെ നൂറുകണക്കിന് ആളുകളുടെ അടുക്കലേക്ക് നിന്നെ ദൈവം എത്തിക്കും. അവരുടെ വിടുതലിന് നീ കാരണമാകണമെങ്കിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില കരടിയെയും ചില സിംഹത്തെയും നീ വലിച്ചു കീറണം. നമ്മുടെ സ്വപ്നം പലപ്പോഴും സെൽഫിഷാണ്. നമ്മളും നമ്മുടെ കാര്യവും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇതിന്റെ അർത്ഥം പിടികിട്ടുന്നില്ല. എല്ലാവർക്കും എന്താണ്, എന്തോ ബ്രദറെ എനിക്കെതിരെ, അർത്ഥം അറിയത്തില്ല. എന്തോ അർത്ഥം അറിയത്തില്ല പലർക്കും. അവര് എന്തിനാ എന്നെ ഇതിലൂടെ എല്ലാം വിട്ടിട്ട്, എന്തിനാ അർത്ഥം അറിയണമെങ്കിൽ ദൈവത്തിന്റെ വലിയ പദ്ധതി നീ കാണണം. ഇത് നിന്റെ വിഷയമല്ല, ഇത് നിന്റെ ട്രെയിനിങ് ആണ്. ഇതിൽ നിന്നെ വലുതാക്കി നിന്നെ രാജ്യത്തിന്റെ അനുഗ്രഹമാക്കാനാണ്, നിന്നെ ഒരു സഭയ്ക്ക് അനുഗ്രഹമാക്കാനാണ്, നിന്നെ ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കാനാണ് എന്ന വലിയ പദ്ധതി നീ എപ്പോൾ അറിയുന്നോ അപ്പോൾ നിന്റെ വിഷയത്തിന് ഒരു അർത്ഥമുണ്ടാകും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പ്രതിസന്ധികളും നിങ്ങളുടെ എതിരെയുള്ളതല്ല, നിങ്ങൾക്കൊരു ട്രെയിനിങ്. ഹല്ലേലൂയ. പലതും നിങ്ങൾക്കുള്ളതല്ല, അത് നിങ്ങളെ മെനയുകയാണ്, നിങ്ങളെ പക്വതയിലേക്ക് നയിക്കുകയാണ്. വിശ്വസിക്കുന്ന ആമേൻ പറ. ആമേൻ. ഹല്ലേലൂയ. ഓറാ ഷഹീദാ. ഹല്ലേലൂയ. ഹോസന്നാ. ഹല്ലേലൂയ. ഹോസന്നാ. ഹല്ലേലൂയ. ഹോസന്നാ. ഹല്ലേലൂയ. ഹോസന്നാ. சூழ்நிலை மாறுமே, முடியாதது சாதியமாகுமே. நீர் வந்தார்
சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவான ஆவியானவரே நீர் வரும்போது குறைவுகள் மாறுமே. நிறைவான நீர் வரும்போது குறைவுகள் மாறுமே. நிறைவான ஆவியானவரே வரும்போது குறைவுகள் மாறுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நிறைவே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் வேண்டுமே. ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவான ஆவியானவரே நீர் வரும்போது குறைவுகள் நிறைவான நிறைவா நிறைவான ஆவியானவரே நீர் வரும்போது குறைவுகள் மாறுமே. நிறைவான நிறைவான ஆவியானவரே நீர் வரும்போது குறைவுகள் நிறைவான நீர் வரும்போது குறைவுகள் மாறுமே. நிறைவான ஆவியானவரே நீர் வரும்போது நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. 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 എന്നും എന്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ. എന്നും എന്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ.
കൂലിയുടെ താഴ്വരയിൽ ഏകനായി നടന്നാലോ എൻ ചാരി വന്നിടോ മാവോട് ചേർത്തിടും. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താലെന്നെ നിറയ്ക്കണേ ഇത്. എത്ര സ്നേഹമേ ഇത്, മധുരമേ ഇത്, നിൻ സ്നേഹത്താലെന്നെ നിറയ്ക്കണേ ഇത്. എന്നും എന്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എപ്പോഴും എന്റെ ഞാനും നീയും ഒന്നാണപ്പാ. നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലപ്പാ. ഞാനും നീയും ഒന്ന് ആണ് അപ്പാ. നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലപ്പാ. മറക്കാനാകുമോ നിൻ സ്നേഹത്തെ, തിരിയാനാകുമോ നിൻ ത്യാഗത്തെ. മറക്കാനാകുമോ നിൻ ത്യാഗത്തെ, തിരിയാനാകുമോ നിൻ ത്യാഗത്തെ. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ ഇന്ന്. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ എന്നും എന്റെ out of my belly hallelujah, out of my bellies shall flow rivers of living water. Out of my belly shall flow rivers of living water. Out of my belly shall flow rivers of living water. എന്നുള്ളിൽ നിന്നും ഒഴുകുന്നു നദികൾ, ജീവജല നദികൾ. എന്നുള്ളിൽ നിന്നു ഒഴുകുന്നു നദികൾ, ജീവജല നദികൾ. Out of my bellies shall flow rivers of living water. Out of my bellies, out of my shall flow rivers of living water. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം
എന്നിൽ നിറയണമേ എന്നേശുവേ, അളവില്ല എന്നിൽ നിറയണമേ, അളവില്ലാതെ 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 അളവില്ല എന്നിൽ നിറയണമേ എന്നേശുവേ, അളവില്ല എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തല്ലാതെ കടപ്പാൻ ആകരുതേ, നീന്തല്ലാതെ കടപ്പാൻ ആകരുതേ, അളവില്ലാതെ 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 നീന്തല്ലാതെ കടപ്പാൻ ആകരുതേ, അളവില്ലാതെ 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 നിറയണേ എന്റെ യേശുവേ, അളവില്ല
പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം 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 പോരായേ, അത് അരയോളം പോരായേ, മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തല്ലാതെ കടപ്പാൻ എനിക്കതു മതിയേ, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ. ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ. യേശുവേ ഒരു വാക്കു മതി,
മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നെ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നെ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ. മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറൂ ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറൂ ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറൂ ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ.
പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ വീരം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു വാക്കിൽ കാര്യങ്ങൾ തിരിയാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഹല്ലേലൂയ. ഒരൊറ്റ വാക്കിൽ ഇന്ന് ചില കാര്യങ്ങൾ തിരിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഭാവിയെ ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ ശക്തികളും ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ആകട്ടെ. Unlocking the future. ദൈവം എല്ലാം ചെയ്യുന്നത് ഒരു വാക്കിലാണ്. ഹല്ലേലൂയ. Thank you Jesus. ഹല്ലേലൂയ. ഇന്ന് ചിലത് ഈ കുടുംബത്തിൽ ഉളവാകുകയാണ്. ഇന്ന് ചിലത് ഈ കുടുംബത്തിൽ ഉളവാകുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഓറ ഷഹീഡ ലേറ കാസ തേരെ മെഹിലാസ് ബോറോ ഷേഡ ലാഗ റീകെ ലേസെ മെറു ഷസിയ
ഇന്ന് ഈ കുടുംബത്തിൽ ചിലത് ഉളവാകുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് വരെ ഉളവാകാത്തത് ചിലത് പുതുതായി ഇവിടെ ഉളവാകട്ടെ. പിശാച് ബ്ലോക്ക് ചെയ്തതെല്ലാം ഇന്ന് രാത്രിയിൽ ഇവിടെ അൺലോക്കിംഗിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അൺലോക്കിംഗുകൾ നടക്കുകയാണ്. പിന്നീട് ഞങ്ങളെ വീഡിയോയിൽ കാണാൻ പോകുന്നവരുടെ ജീവിതത്തിലും ചില അൺലോക്കിംഗുകൾ ഇപ്പോൾ നടക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കുഞ്ഞ് വരാൻ പോകുകയാണ്. ചില കൺഫർമേഷനുകൾ ലഭിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചില മേഖലകളിലേക്ക് ദൂതന്മാർ റിലീസ് ആകുകയാണ്. ചില ലാൻഡുകൾ ഓപ്പൺ ആകുകയാണ്. ചില വഴികൾ ഇപ്പോൾ തുറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. പുതുവഴികൾ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വീടുകളിൽ ദൈവപ്രവർത്തികൾ ചലിക്കുന്നു. ചില ദൈവപ്രവർത്തികൾ മൂവ് ആകട്ടെ. Thank you, Father. Struggles എല്ലാം ഇപ്പോൾ അവസാനിക്കട്ടെ. എല്ലാ സ്ട്രഗിളിങ്ങുകളും ഇപ്പോൾ അവസാനിച്ചിട്ട് ദൈവം പുതു വഴികൾ തുറക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം പുതുവഴികളെ തുറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് വരെ ഇല്ലാത്തൊരു വഴി, മരുഭൂമിയിൽ ഒരു നീരുറവ അൺലോക്ക് ആകുന്നു. നിർജ്ജന പ്രദേശത്ത് പുതിയൊരു വഴി. യെശയ്യാവ് പറയുന്നു, ഹല്ലേലൂയ, നിർജ്ജന പ്രദേശത്ത് ഞാൻ നിനക്കായി പുതുവഴികൾ വെട്ടുകയാണ്. ഇപ്പോൾ അത് തുറക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത് തുറക്കുകയാണ്. ബ്ലോക്കിങ്ങുകളെ ഞങ്ങൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ മഹത്വത്തിലേക്കുള്ള വഴിയിൽ യാത്ര ചെയ്തു. നിങ്ങളെ ബ്ലോക്ക് ചെയ്യുവാൻ ഇനി ഒരു ഫറവോൻ നിങ്ങളുടെ പുറകിൽ ഇല്ല. ഫറവോൻ ചെങ്കടലിൽ മുങ്ങുകയാണ്. ഹല്ലേലൂയ. Rama Shehida Loro Semera Tokro Lamana Tezeri Balo Shazia Ruba Lazia. നിങ്ങളുടെ ജീവിതത്തിൽ പിടിമുറുക്കി നിൽക്കുന്ന, മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് പിടിമുറുക്കിയിരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഇപ്പോൾ അഗ്നിക്കിരയാകട്ടെ. ഹല്ലേലൂയ. വിടുതലായി പക്ഷെങ്കിൽ പിന്നെയും പുറകെ വരുന്ന ചില ഇരുളിന്റെ ശക്തികളെ ഇപ്പോൾ ചെങ്കടലിൽ മുക്കട്ടെ. In the count of 3, 2, 1, I release the power. ഞാൻ ഇപ്പോൾ ആ ശക്തിയെ തുറക്കുകയാണ്. ഞാൻ ഇപ്പോൾ ആ ശക്തിയെ തുറക്കുകയാണ്. ഞാൻ ഇപ്പോൾ ആ ശക്തിയെ തുറക്കുകയാണ്. ഫറവോനെ നമ്മൾ ചെങ്കടലിൽ മുക്കുകയാണ്. നിങ്ങൾക്കൊരു ശുഭയാത്ര ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു ശുഭയാത്ര ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾക്കൊരു ശുഭയാത്രയുണ്ട്. നിങ്ങൾക്കൊരു ശുഭയാത്രയുണ്ട്. ഹല്ലേലൂയ. റോലാ ഷഹീദാ റബിലാ കാജോസിയ റൂ മറൂഷസിയ ലംഗ്രാമി കൊക്രോല മറ്റസി കാലവാരി മട്ടർ ബനാസി ബാറു ലബീറ സേബ്രിനി ഒസ്തേ റവാലി ഗ്രോബ ലിഗൻഡെ മറൂകാലി മക്രാലി മക്കോസി എറിമലസോറ മഹശസിയ ലീബ്രാറ്റോസിയ. എസ്ര 8:21. എസ്ര 8:21.
എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 21. എസ്രാ ചാപ്റ്റർ 8 വേഴ്സ് 21 നമുക്കൊന്ന് വായിക്കാം. അനന്തരം ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ആ ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആ ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവരോട് യാചിക്കേണ്ടതിനും ആ ഞാൻ അവിടെ അഹവാജിന്റെ അരികെ വച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ആമേൻ. എസ്രായുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ആമേൻ, ഒരു ശുഭ യാത്ര ഉണ്ടാകാനായിട്ട് അഹാവ താഴ്വരയിൽ നിന്നുകൊണ്ട് ആമേൻ ഒരു ഉപവാസം അവർ പ്രഖ്യാപിക്കുകയാണ്. താഴോട്ട് വായിച്ചേ. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് ആ വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ആ. ഞാൻ ലജ്ജിച്ചിരുന്നു. ആ അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നൊരു ശുഭയാത്ര ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ അടിമത്തത്തിലല്ല, നിങ്ങൾ യെരൂശലേമിലേക്ക് തിരിച്ചു വരാൻ പോകുകയാണ്. നിങ്ങളുടെ ഡയമെൻഷനിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. നിങ്ങളുടെ ശുഭതകളിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരികയാണ്. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ശുഭതകളിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. Power in the name of Jesus. Hallelujah. നിങ്ങൾക്കൊരു ശുഭയാത്ര കൽപ്പിച്ചിട്ട് ദൈവം നിങ്ങളെ നിങ്ങളുടെ സ്വസ്ഥതകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സമയമായിരിക്കുന്നു. Hallelujah. റൂമാ ഷഹീദ ലേ റൂമോകോഷസിയ. ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ റിലീസ് ചെയ്യുന്നു. സ്വീകരിച്ചാട്ടെ. ആ ശുഭയാത്രയെ റിലീസ് ചെയ്യുന്നു. Hallelujah. Robo loco shasitara meke ribalazi. Ribalazia. അടിമത്തത്തിന്റെ ഒരു ചരിത്രം ഇവരുടെ പുറകിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട്, ആ ബാബിലോണിയ അടിമത്തത്തിന്റെ ചരിത്രത്തെ ഒന്ന് മറന്നുകൊണ്ട് പുതിയൊരു ചരിത്രം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ആമേൻ. പുതിയൊരു ചരിത്രം ഇന്ന് നിന്റെ ജീവിതത്തിൽ അൺലോക്ക് ആകും. ഹല്ലേലൂയ. ഇന്ന് വരെ ഇല്ലാത്ത ഒരു ചരിത്രം, ഇന്ന് വരെ നിനക്ക് പറയാനുള്ള കഥ അടിമത്തത്തിന്റെ കഥയാണ്. ഹല്ലേലൂയ. പീഡനത്തിന്റെ കഥയാണ്. പക്ഷേ ഇന്നു മുതൽ അതല്ല, പുതിയൊരു ചരിത്രം ഉണ്ടാകട്ടെ ഈ ദേശത്ത്, ഈ വീട്ടിൽ, നമ്മളെ പിന്നീട് യൂട്യൂബിൽ കാണുന്നവരുടെ ജീവിതത്തിൽ പുതിയ ഒരു ശുഭയാത്ര ഉണ്ടാകും. ഞാനത് വിശ്വസിക്കുന്നു, അല്ല ഞാനത് അറിയുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് തുറന്നു വരും. ഈ വീഡിയോയിൽ ഇപ്പോൾ ചിലത് തുറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അടിമത്തത്തിന്റെ ചരിത്രം മറക്കാൻ റെഡി ആയിരിക്കണം. ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓറാ മസെക്കലെ ഫ്രഹേനിയാന്റോസിയ മെൽറൂസ് ബേനിയ ഗ്രാബിൽ ബനാറ്റോസ് മസീറ മൽബ്രോറ്റിയാസിയ ഓറാ മലിക്രോഷസിയ റോലോ സബേനാറ്റസിയ. യെശയ്യാവിന്റെ പുസ്തകം 43:18-19 വായിച്ചാട്ടെ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, ആ ആ ആ ആമേൻ. ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. മരുഭൂമി എന്ന് പറഞ്ഞാൽ അവിടെ ഡ്രൈ ആണ്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഡ്രൈ ആയിരിക്കാം, പക്ഷെങ്കിൽ അതിന്റെ അകത്ത് ദൈവം എന്തോ ഒരുക്കുന്നത്? ദൈവം വലിയ നദി തുറക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നദി തുറക്കുന്നു. നമ്മൾ പാടിയ പോലെ ഔട്ട് ഓഫ് മൈ ബെലീസ് shall flow rivers of living water. എന്നുള്ളിൽ നിന്നും ഒഴുകുന്നു നദികൾ, ജീവജല നദികൾ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉദരത്തിൽ നിന്നും നമ്മുടെ ആത്മമനുഷ്യനിൽ നിന്നും ഒരു നദി പുറപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഡ്രൈനസിൽ തുടരാൻ പെർമിഷൻ ഇല്ല. ആമേൻ. ഉൽപ്പത്തി 1 ഹല്ലേലൂയ 2:10 ഹല്ലേലൂയ 2:10 തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. എവിടെ നിന്നാണ് നിങ്ങളുടെ രക്ഷ വരുന്നതെന്ന് അറിയാവോ? ഏദനിൽ നിന്ന്. നിങ്ങളുടെ രക്ഷ എവിടെ നിന്ന് വരുന്നു? സിയോനിൽ നിന്ന്. സിയോൻ എന്ന് പറഞ്ഞാൽ ഏദൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല ഇനി ഈ നദി എവിടെ നിന്ന് വരും എന്ന്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നിടത്തുനിന്നല്ല നദി വരുന്നത്. നദി വരുന്നത് കാണാൻ കഴിയാത്ത റലത്തിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ അതിനെ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ആ നദി വെളിപ്പെട്ടാൽ നിങ്ങളുടെ ഡ്രൈനസ് ബ്രേക്ക് ആകും. വിശ്വസിച്ച് ഏറ്റെടുക്കാമോ? ഇൻ ദ നെയിം ഓഫ് ജീസസ് നിങ്ങളുടെ ഡ്രൈനസ് ബ്രേക്ക് ആകാൻ പോവുകയാണ്. കാരണം പുറപ്പെടുന്നത് ഏദനിൽ നിന്നുള്ള നദിയാണ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തെ നനയ്ക്കാൻ വേണ്ടി ദൈവം ഇപ്പോൾ തുറക്കുകയാ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ നനയ്ക്കുവാനായിട്ട് ഒരു നദി നിങ്ങൾ ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, ഏദനിൽ നിന്ന് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഏദനിലാണ് പ്രതീക്ഷയെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ അറ്റുപോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷ എപ്പോഴാണോ ഭൂമിയിലേക്ക് വരുന്നത് അവിടെ നമ്മുടെ പ്രതീക്ഷകൾ അറ്റുപോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ എപ്പോഴാണോ ഏദനിൽ നമ്മുടെ പ്രതീക്ഷകളെ നമ്മൾ തിരിക്കാൻ നമുക്ക് സാധിക്കുന്നത് ആ സെക്കൻഡ് മുതൽ നമുക്ക് ഹല്ലേലൂയ നമുക്ക് പ്രതീക്ഷ വീണ്ടും വീണ്ടും വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Roma Shegida Reme Nogosa Rebi Loso Tora Bana Tazia. ഒരു നദി പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു നദി പുറപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞു. ഓ ലഗറശസിയ മേരി മലോസാറിയ ബലൂക്ര ലിബാന്തസിയ ബോറിയ ലെബ്രേനിയാന്തസിയ ലൂഹോ റീബ ലിക്ര ലാസിയ റൂബ ലസിയ റൂബ ലിഗ്രേനിയാന്തസിയ ബേറുൽ അസിയ റിഗേലി ബ്രാന്തസിയ മെസൂറ ബിലിയാൻട്രോസിയ. ഒരു വലിയ നദി ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. ഹല്ലേലൂയ. മൈക്കിൽ വായിച്ചേ. 3:13 മുതൽ. എലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബിയരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ആമേൻ. ഹല്ലേലൂയ.
നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം വരും, പക്ഷെങ്കിൽ കാറ്റ് കാണുകയില്ല, മഴ കാണത്തില്ല, സാധ്യതകളൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെങ്കിൽ ഒരു വലിയ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. ഈ സാധ്യത കാണുന്ന മനുഷ്യന്റെ പേരാണ് ആത്മമനുഷ്യൻ. സാധ്യത ഇല്ലാത്തിടത്ത് സാധ്യത കാണുന്ന മനുഷ്യന്റെ പേരാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഏലിയാവ് തന്റെ ശിഷ്യനെ അയച്ചു, ഹല്ലേലൂയ. പക്ഷെ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരുന്നു. സാധ്യത ഇല്ലാത്തപ്പോഴും ഹല്ലേലൂയ, കൈപ്പത്തി പോലൊരു മേഘം മതി, അതിന്റെ അകത്തൂടെ സാധ്യതകളെ ഉണ്ടാക്കിയെടുക്കുന്നവനാണ് ആത്മമനുഷ്യൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് എലീശ പറഞ്ഞത്, ഹല്ലേലൂയ, എന്തോ കാണത്തില്ല, ആമേൻ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ ഈ വാലി മുഴുവൻ വെള്ളം കൊണ്ട് നിറയാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുന്ന ആമേൻ പറ. നിങ്ങളുടെ പ്രതീക്ഷ അറ്റിരിക്കുകയാണ്. ഹല്ലേലൂയ. കാറ്റില്ല, മഴയുമില്ല, അപ്പൊ വെള്ളം വരാൻ ഒരു സാധ്യതയില്ല. ആമേൻ. ആ രാജാവിന്റെ എല്ലാ കന്നുകാലികളും അവിടെ നിന്ന് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ സാധ്യത ഇല്ലാത്തിടത്ത് ഹല്ലേലൂയ, സാധ്യത തുറക്കുന്നവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതു വഴി വെട്ടുകയാണ്. വഴി ഇല്ലാത്തിടത്ത് എന്ത് ചെയ്യും? അവൻ പുതു വഴി വെട്ടും. ഹല്ലേലൂയ. ഇപ്പൊ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിന്നാൽ എന്ത് ചെയ്തു? സംഭവം കഴിഞ്ഞു, സംഭവം അടഞ്ഞെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ദൈവത്തിന് ഒന്നും അടവല്ല. ഹല്ലേലൂയ. പുതിയ ഒരു വഴി അതിന്റെ അകത്തൂടെ ദൈവം കാണുന്നുണ്ട്. ഇത് കാണുന്നവന്റെ പേരാണ് ആത്മമനുഷ്യൻ. ആരാണ് ആത്മമനുഷ്യൻ? സാധ്യത ഇല്ലാത്തിടത്ത് സാധ്യതകളെ കാണുന്നവൻ, സാധ്യത ഇല്ലാത്തിടത്ത് സാധ്യതകളെ തുറക്കുന്നവന്റെ പേരാണ് ആത്മമനുഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് ചിലതിനെ തുറക്കാനുള്ള ഒരു കീ ഞാൻ നിനക്ക് തരാൻ പോകും. ഹല്ലേലൂയ. സാധ്യത ഇല്ലാത്തിടത്ത് ചിലർക്ക് സാധ്യത തുറക്കാനുള്ള ഒരു കീ ഞാൻ നിനക്ക് നൽകാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. സാധ്യത ഇല്ലാത്തിടത്ത്, പ്രതീക്ഷ അറ്റടത്ത് പ്രതീക്ഷകൾ തുറക്കണം. ഹല്ലേലൂയ. അതൊരു ഗ്രേസ് ആണ്. അതിന്റെ ഒരു ചാവി ഞാൻ നിന്നിലേക്ക് പകരുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നീ അത് തുറന്നാൽ അവിടെ അത് തുറക്കും. നീ അതിനെ അടച്ചാൽ അവിടെ അത് അടയപ്പെടും. ഹല്ലേലൂയ. സാധ്യത ഇല്ലാത്തിടത്ത് സാധ്യതയെ തുറക്കുന്ന ദൈവം. പറഞ്ഞേ, സാധ്യത ഇല്ലാത്തിടത്ത് സാധ്യതകളെ തുറക്കുന്ന ദൈവം. ഞാൻ പറയുന്നു, ഈ വീടിനൊരു സാധ്യതയുണ്ട്. നമ്മളെ യൂട്യൂബിൽ കാണാൻ പോകുന്നവർക്ക് ഒരു സാധ്യത ഇനിയുമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ആശയ്ക്ക് വിരോധമായി അവൻ ആശയോടെ വിശ്വസിച്ചു. മാനുഷിക ആശ തീർന്നു. അതുകൊണ്ടാണ് ആ ആശയ്ക്ക് വിരോധമായി ദൈവിക ആശയോടെ വിശ്വസിച്ചു. മാനുഷിക ആശയ്ക്കെതിരായി ദൈവിക ആശയോടെ വിശ്വസിച്ചെന്നാണ് അതിന്റെ അർത്ഥം. പലർക്കും അറിയത്തില്ല. ആശയ്ക്ക് വിരോധമായി ആശയോടെ, അതെന്തോ എന്ന് പറഞ്ഞാൽ മാനുഷിക ആശ തീർന്നു. ഹല്ലേലൂയ. സാറയുടെ ഗർഭപാത്രം മരണത്തിന് തുല്യമായി തീർന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ശരീരവും ആമേൻ നിർജീവമായി പോയി. പക്ഷെങ്കിൽ അപ്പൊ മാനുഷിക ആശ സീറോ ആയിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പരിപാടി അവിടാണ് തുടങ്ങുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്രോഗ്രാം അവിടെ എന്ത് ചെയ്യുകയാണ്? അവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സാധ്യത ഇല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ദൈവ പ്രവൃത്തി ആരംഭിക്കാൻ പോകുക. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് സാധ്യത അവസാനിച്ചെന്ന് തോന്നുന്നത്, മാനുഷിക പ്രതീക്ഷ അസ്തമിച്ചെന്ന് തോന്നുന്നത്, അവിടെ ദൈവത്തിന്റെ പ്രോഗ്രാം ആരംഭിക്കുന്നു. പക്ഷെ അവിടെ വിശ്വസിക്കാൻ ഒരു മനുഷ്യൻ വേണം. അത് പറയാൻ ഒരു ആത്മമനുഷ്യൻ വേണം. ഇവിടെ എലീശ ഉണ്ട്. ആമേൻ. കാറ്റില്ല, മഴയില്ല, പക്ഷെ വെള്ളം വരും എന്ന് വാ കൊണ്ട് പറയാൻ ഒരു മനുഷ്യൻ വേണം. 3 വർഷമായിട്ട് മഴയില്ല, പക്ഷെ മഴ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു ഏലിയാവ് വേണം. ഹല്ലേലൂയ.
പ്രതീക്ഷകൾ ഇല്ലാത്തപ്പോഴും അവൻ പ്രതീക്ഷകളെ തുറക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒന്ന് രാജാക്കന്മാർ 18:43 വായിച്ചേ. 1 രാജ 18:43 മൈക്കിൽ വായിക്ക്. തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക. ബാല്യക്കാരനോട് പറഞ്ഞു കടലിന് നേരെ പോയി നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞേ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിർത്തിക്കോ. ഹല്ലേലൂയ. ഒന്നുമില്ല എന്നാ പറഞ്ഞത്. വിട്ടത് ഭയങ്കര ശക്തനായ പ്രവാചകനാണെങ്കിലും ആദ്യം ചിലപ്പോ ഒന്നുമില്ലാത്ത പോലെ തോന്നും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ നോക്കി പ്രവചിച്ചത് ശക്തനായ പ്രവാചകനാണെങ്കിലും ആദ്യം അതിന് സാധ്യതകൾ ഇല്ല എന്ന് തന്നെ തോന്നും. നല്ലൊരു ആമീൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ആദ്യം സാധ്യതകൾ ഇല്ല എന്ന് തോന്നുമ്പോൾ നീ എന്ത് ചെയ്യണം? അവിടെ അതുകൊണ്ട് നിൽക്കരുത്. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ പിന്നെയും ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഉറപ്പിലേക്ക് വരണം. ഏലിയാവ് പറഞ്ഞു നീ പോയി നോക്കുക, ഒന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നും കാണുന്നില്ല. അപ്പൊ ഏലിയാവ് എന്ത് ചെയ്തു? അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. അതാണ് സൊല്യൂഷൻ. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് ദൈവം പറഞ്ഞത് നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ്, നീ സമ്പന്നനാകുമെന്നാണ്, നിന്റെ അവസ്ഥ മാറുമെന്നാണെങ്കിൽ അതിന്റെ പുറകെ വെച്ചു പിടിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ സാഹചര്യം മാറുമെന്നല്ലേ ദൈവം ഇടപെട്ടത്. അപ്പോൾ അതിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. സ്വർഗത്തിൽ ദൈവം ഇട്ട പദ്ധതി ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരാള് അതിനു വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. മാനുഷിക സാധ്യതകൾ അസ്തമിക്കുമ്പോൾ ദൈവിക സാധ്യത തുറക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അവസ്ഥയിലെ നിർജീവം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ആസ് ഗുഡ് ആസ് ഡെഡ്. ഡെഡ് ആയപ്പോൾ ദൈവം ഇറങ്ങി. ഹല്ലേലൂയ. എന്തിനാണ് നീ ഡെഡ് ആകാൻ വേണ്ടി ദൈവം നിൽക്കുന്നതെന്ന് അറിയാമോ? ഇത് നിന്റെ കഴിവല്ല, ഇത് ദൈവ പ്രവൃത്തിയാണ് എന്ന് നീ വളരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ വളർച്ചയിലേക്ക് നീ വരാൻ വേണ്ടിയാണ്. ചില കേസുകൾ നിന്നെ ഡെഡ് ആക്കും. ആ വിഷയത്തിൽ നിനക്കിനി ഒന്നും ചെയ്യാനില്ല. ഹല്ലേലൂയ. അവിടെ കൊണ്ട് എത്തിച്ചിട്ട് ദൈവം പ്രവർത്തിക്കും. അപ്പൊ എന്തോ പറയാൻ പറ്റും? ഇത് ദൈവ പ്രവൃത്തി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അബ്രഹാം പോലും ചിലപ്പോൾ പറയുന്നത് എന്റെ കൂടെ ശക്തിയാണ്. അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി അബ്രഹാമിനെ നിർജീവമാക്കി, സാറയുടെ ഗർഭപാത്രം നിർജീവമാക്കി. ചില സാഹചര്യങ്ങൾ ആ പോയിന്റ് വരെ ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവിടെ നിന്റെ ജഡമണ്ഡലങ്ങൾ മരണത്തിലേക്ക് പോകും. പക്ഷെ നിന്റെ ആത്മമനുഷ്യനാണ് നീയെങ്കിൽ നീ അവിടെ നിലനിൽക്കും. ഹല്ലേലൂയ. നീ കേവലം ജഡീകനാണെങ്കിൽ ഇതോടുകൂടെ ഇട്ടിട്ട് പോകും. അല്ല, നീ ആത്മാവിൽ നിൽക്കുന്നവരാണെങ്കിൽ ഈ സാഹചര്യത്തെ നിന്റെ ജഡത്തെ മരിപ്പിക്കാനായി നീ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജഡമനുഷ്യന് എക്സ്ക്യൂസുകൾ തരുന്ന ദൈവമല്ല. നമ്മുടെ ജഡമനുഷ്യൻ മരിക്കത്തക്കവണ്ണം ദൈവം കാര്യങ്ങൾ ചെയ്യും. അതിൽ ദൈവം കരുണയില്ലാത്തവനാണ്. ദൈവമേ എന്നോട് കരുണ തോന്നണേ എന്നുള്ള പ്രാർത്ഥനയില്ലേ? ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, കരുണയുണ്ട്. അത് നിങ്ങളുടെ ആത്മാവിൽ ദൈവമിട്ട പദ്ധതികളോടാണ് ദൈവത്തിന് കരുണ. നിന്റെ ആത്മാവിൽ ദൈവമിട്ട പദ്ധതികളോടാണ് കരുണ. എന്നാൽ നിന്റെ ജഡമനുഷ്യൻ മരിക്കാൻ അവൻ ഏതറ്റം വരെയും കരുണ ഇല്ലാത്തവനായി മാറും. ഹല്ലേലൂയ. നിനക്ക് തിരിച്ചറിവുണ്ടാകണം, ഇത് എന്റെ കഴിവിനാലല്ല, എന്റെ ബലത്താലല്ല, ഇത് ദൈവാത്മാവിനാൽ.
സെഖര്യാവിൽ എഴുതി, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. ആ പോയിന്റിൽ നീ എപ്പോൾ എത്തുന്നോ ആ പോയിന്റിൽ ദൈവ പ്രവൃത്തി തുടങ്ങി. ഹല്ലേലൂയ. എന്തുവാ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. ആലയം പണിക്കെതിരെ ഭയങ്കര തടസ്സം, നമ്മുടെ മിനിസ്ട്രിക്കെതിരെ ഭയങ്കര തടസ്സം ഉണ്ടെങ്കിൽ ഓർത്തോ, ഇതൊരിക്കലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന ബോധ്യത്തിൽ നമ്മൾ എത്താൻ വേണ്ടിയാണ്. എന്തിനെതിരെയാ തടസ്സം? ആലയം പണിക്കെതിരെ. ആരുടെ ആലയം? ദൈവത്തിന്റെ ആലയം. അതിന്റെ തടസ്സത്തെ ദൈവത്തിന് ഒറ്റയടിക്ക് മാറ്റത്തില്ലേ? മാറ്റാൻ പറ്റും. പക്ഷേ ഇത് പണിയുന്നവർ തിരിച്ചറിയണം. നെഹമ്യാവും എസ്രയും കൂട്ടരും സെരുബാബേലും എല്ലാരും തിരിച്ചറിയണം, സൈന്യത്താലല്ല. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം ഡിലേയിൽ ഇടുന്നത് ദൈവമക്കൾക്ക് ഒരു തിരിച്ചറിവുണ്ടാകാൻ. നമ്മൾ എത്ര ഗ്ലോറി പറഞ്ഞാലും നമ്മൾ ഗ്ലോറിയിൽ ഒറ്റയടിക്ക് കയറത്തില്ല. അതിനൊരു പ്രോസസിങ്ങിലൂടെ പോകണം. എത്ര ഗ്ലോറി പറഞ്ഞാലും ഒറ്റയടിക്ക് ഗ്ലോറിയിൽ പൊട്ടി വീണ ആരും ഈ ലോകത്തിൽ ഇല്ല. ഒരു വർഷം എന്റെ സൂമിൽ ഇരുന്നത് കൊണ്ട് ആരും ഗ്ലോറിയിൽ ആയിട്ടുമില്ല. ഹല്ലേലൂയ. ഞാൻ തന്നെ 10 വർഷത്തെ ട്രെയിനിങ്ങിലൂടെ പോയിട്ടാണ് ഗ്ലോറി പ്രസംഗിക്കാൻ തുടങ്ങിയത്. അപ്പോഴും ഞാൻ പോലും ഗ്ലോറിയിൽ കംപ്ലീറ്റ് നിൽക്കുന്നു എന്ന് പറയാൻ എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല. കംപ്ലീറ്റ്ലി ഒരാൾ ഗ്ലോറിയിലായാൽ നമ്മുടെ ശരീരം ട്രാൻസ്ഫോം ആകും. കംപ്ലീറ്റ്ലി ഒരാൾ ഗ്ലോറിയിലായാൽ അവരുടെ ശരീരം ട്രാൻസ്ഫോം ആകും. അപ്പൊ അത് നടക്കാത്തിടത്തോളം കാലം നമ്മൾ ഗ്ലോറിയുടെ ഒരു പ്രോസസിംഗിൽ നിൽക്കുകയാണ്. അപ്പം അതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? അതിന്റെ ഇടയിൽ പ്രോസസിംഗുകളുണ്ട്, അതിന്റെ ഇടയിൽ ട്രെയിനിങ്ങുകളുണ്ട്. അതിലെ ഒരു പ്രധാന ട്രെയിനിങ് ആണ് സെരുബാബേലേ, ഇത് നിന്റെ കഴിവ് കൊണ്ട് നടക്കത്തില്ല. ഹല്ലേലൂയ. നെഹമ്യാവേ, എസ്രയേ, നിന്റെ സൈന്യത്താൽ ഇത് നടക്കത്തില്ല. ഇത് ബ്ലോക്കായി പോകും. ഹല്ലേലൂയ. കാരണം സൻബല്ലത്തും തോബിയാവും എതിരെ വരികയാണ്. ആലയം പണിക്കെതിരെ അവർ പല കാരണങ്ങൾ ഉണ്ടാക്കി, ഭയപ്പെടുത്താൻ നോക്കി, പലവട്ടം ബ്ലോക്ക് ചെയ്തു. ദൈവത്തിന്റെ ആലയമായിട്ടും ദൈവം ഇത് കണ്ടോണ്ട് നിൽക്കുക. എന്താ കാര്യം? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ പ്രൊജക്റ്റ് ആണ്. പക്ഷെങ്കിൽ ഇത് പണിയുന്ന ദൈവജനം തിരിച്ചറിയണം, ഇത് അവരുടെ സൈന്യത്താലല്ല, ഇത് അവരുടെ ബലത്താൽ നടക്കില്ല. By my spirit. ആ തിരിച്ചറിവിലേക്കും ആ വെളിപ്പാടിലേക്കും നമ്മൾ കടന്നു വരാൻ ദൈവം തന്നെ അല്പം ബ്ലോക്കിംഗ് ഇതിന്റെ ഇടയ്ക്ക് അനുവദിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ നമുക്ക് തോന്നും കാര്യങ്ങൾ അസാധ്യമായി തീർന്നു. ഹല്ലേലൂയ. As good as dead, നിർജീവമായി. ഇനി ഒരു പണി നടക്കത്തില്ല, ഇനി ഒരു ആലയം പണി നടക്കത്തില്ല എന്ന് തോന്നുമ്പോ ദൈവം പണിഞ്ഞു തീർക്കും. ഹല്ലേലൂയ. ദൈവം പണി തുടങ്ങുന്നത് എവിടെയാണ്? നമ്മളെ കൊണ്ട് ഇതിനി പറ്റില്ല എന്ന് ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ ദൈവം പണിയാൻ ആരംഭിക്കും. ഞങ്ങളുടെ മിനിസ്ട്രിയെ സംബന്ധിച്ച് ഇപ്പൊ ഞങ്ങള് ഏകദേശം അവിടെ എത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശുശ്രൂഷയെ ഞങ്ങൾ പ്രതീക്ഷിച്ചതെല്ലാം അസ്തമിച്ചു. അവര് നിൽക്കും, കൂടെ നിൽക്കും, ഇവര് കൂടെ നിൽക്കും, ആര് കൂടെ നിൽക്കും എന്ന് വിചാരിച്ചോ അവരെല്ലാം കൈവിട്ടു. ദൈവം പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്, ദൈവം പറഞ്ഞിട്ടല്ലേ എടുത്തത്. അതെ, പക്ഷെ ഒരു പ്രോസസിംഗിലൂടെ വിടുകയാണ്. എന്തിനാണെന്നറിയോ? ആ വിഷയത്തിൽ ഞങ്ങൾ നിർജീവത്വത്തിലെത്തണം. ആ വിഷയത്തിൽ ജഡമനുഷ്യൻ നിർജീവമാകുമ്പോൾ, ഇനി ഇത് നടക്കില്ല എന്ന് പറയുമ്പോൾ ദൈവം
ഞാൻ ഒരു കാര്യം പറയാം, ആലയം പണി മുടങ്ങത്തില്ല. പക്ഷേ പണിയുന്നവർ ഒരു പോയിന്റിൽ എത്തണം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. By my spirit saith the Lord. നമ്മള് എന്ത് നല്ല കാര്യം ചെയ്താലും ഈ പണി നടക്കണമെന്നില്ല. അപ്പയുടെ ചോദ്യം, നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, എല്ലാം നല്ലത് ചെയ്താലും പണി നടക്കണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സൈന്യം നല്ലതാ, പക്ഷെ സൈന്യം കൊണ്ട് പണി നടക്കത്തില്ല. ദൈവം ഒരിക്കലും സൈന്യം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, കുതിരകളിൽ ആശ്രയിക്കരുത്. അപ്പൊ നമ്മുടെ ആശ്രയം നമ്മളിലുണ്ടെങ്കിൽ ദൈവം അത് പൊളിക്കാൻ വേണ്ടി ചിലതിലൂടെ കടത്തിവിടും. ഹല്ലേലൂയ. എന്നിട്ട് ആ പോയിന്റ് നമ്മൾ പറയും, ഇനി ഇത് നടക്കണമെങ്കിൽ ദൈവത്താ. നിന്റെ ജീവിതത്തിന്റെ പണി നീ പറയുന്നുണ്ടോ, ഇനി ഇത് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ചിലര് ഡിവോഴ്സിന്റെ വക്കിൽ നിന്ന് കേൾക്കുകയാണ്. അല്ല, അവരോട് എനിക്ക് പറയാനുള്ളൂ, ഇനി ഇത് പറ്റത്തില്ലെന്ന് നീ പറയുമ്പോൾ ദൈവം ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏത് കാര്യം നിന്റെ ശ്രമം അസ്തമിക്കുന്നോ, നിന്റെ പ്രതീക്ഷ ആശയ്ക്ക് വിരോധമായി, മാനുഷിക ആശയ്ക്ക് വിരോധമായി ദൈവിക ആശ തുറന്നു വരും. 100-ാം വയസ്സിൽ അബ്രഹാമിന് ഇനി മാനുഷിക ആശ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്ന എല്ലാ വിചാരങ്ങളും അസ്തമയത്തിലെത്തുമ്പോൾ ദൈവപ്രവൃത്തി ഉദിച്ചു വരും. ദൈവപ്രവൃത്തി ഉദിച്ചു വരും. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ പറഞ്ഞു. ഒരാലയം പണി നടക്കാൻ പോകുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. എന്റെ ഗ്ലോറിയുടെ വെളിപ്പാട് കൊണ്ട് ഇതൊക്കെ പണിയാമെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ പണിയാൻ പറ്റത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ആരും നിക്കത്തില്ല, ആർക്കും ഗ്ലോറി ഒന്നും വേണ്ട, ഇതൊക്കെ പറച്ചില്ലേ ഉള്ളൂ. അത് കൂടെ 2 ദിവസം നിൽക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. സൂമിലെ പോലല്ല, സൂമിൽ എല്ലാവരും ചാടും, പക്ഷെങ്കിൽ ഡയറക്റ്റ് വരുമ്പോ നമ്മുടെ ചെവിട്ടത്തടിച്ചിട്ട് അവര് പോകും. സൂം അല്ല ആലയം പണി. സൂമിൽ പണിയാൻ എളുപ്പമാണ്. അതിൻ്റെ അകത്ത് ക്യാമറയ്ക്ക് പുറകിലെ നാടകമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ തുറന്ന റലത്തിലേക്ക് വരുമ്പോൾ നാടകം കളിക്കാൻ പറ്റില്ല. മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. ക്യാമറയ്ക്ക് പുറകിൽ, ആമേൻ, സ്ക്രീനിന് പുറകിൽ, ഒരു ഫോട്ടോയ്ക്ക് പുറകിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ യഥാർത്ഥ റലത്തിലേക്ക് വരുമ്പോൾ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെയൊന്നും ഇത് പണിയാൻ പറ്റത്തില്ലെന്ന് എനിക്കും മനസ്സിലായി. പക്ഷേ ആ മനസ്സിലാക്കലാണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. നമ്മൾ വിചാരിച്ചു, എനിക്ക് ഗ്ലോറി അറിയാവുന്നത് കൊണ്ട് ഞാൻ ഗ്ലോറി പണിയും. പറ്റത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അറിയണ്ടെന്നല്ല, പക്ഷെ ആശ്രയം അതിലാകരുത്. ഞാൻ ഗ്ലോറി അറിയാവുന്നതുകൊണ്ട്, ഞാൻ ഗ്ലോറി വളർന്നുകൊണ്ട് എല്ലാവരും എന്റെ കൂടെ വളരും നിർബന്ധമില്ല. ചിലര് ചവിട്ടിക്കൂട്ടി നമ്മളെ ദൂരെ എറിഞ്ഞിട്ട്, നമ്മളെ പള്ളു പറഞ്ഞിട്ട് നമ്മളെ വിട്ടുപോകും. എന്തിനാണ് അത് കൊണ്ടുവന്നത്? സൈന്യത്താൽ, നിന്റെ അറിവിനാൽ, ബലത്താൽ ഇത് നടക്കില്ല എന്ന റലത്തിൽ നീ എത്തുമ്പോൾ, by my spirit. Hallelujah. By my spirit. മറിയ ചോദിച്ചു, എങ്ങനെ നടക്കും? ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. എങ്ങനെ? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രജ ഉത്ഭവിക്കും. എങ്ങനെ? By my spirit. അതിൽ നിന്റെ സഹായം വേണ്ട, നിന്റെ സറണ്ടർ മതി. നിന്റെ കഴിവ് വേണ്ട, നിന്റെ സറണ്ടർ മതി. കഴിവല്ല,
ബലമല്ല നിന്ദയയാണേ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിന്ദയയാണേ ഞങ്ങൾ ഇതുവരെ ഓ നീ മാത്രം കഴിവല്ല കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ കഴിവല്ല കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ കഴിവല്ല കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല ബലമല്ല നിൻ ദയയാണേ എൽശദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി എൽശദായ് സാധ്യതകൾ മാറിപ്പോയി എൽശദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി എബനേസരേ എബനേസർ എൻ ദൈവമേ എന്നെ കാരങ്ങളിൽ വഹിച്ചവനേ എബനേസരേ എബനേസർ ദൈവമേ എന്നെ കാരങ്ങളിൽ എന്നെ വഹിച്ചവനേ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ ഞങ്ങൾ ഇതുവരെ നീ മാത്രം യേശുവേ ഞങ്ങൾ ഇതുവരെ നീ മാത്രം യേശുവേ ഹല്ലേലൂയ എൽശദായ് എന്നൊരു പദം ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ എൽശദായിട്ട് അബ്രഹാമിന്റെ ദൈവം എപ്പോഴാണ് വെളിപ്പെട്ടത്? 17 ഉൽപ്പത്തി 17. ഹല്ലേലൂയ 17:1 എൽശദായിട്ട് ദൈവം എപ്പോഴാ വെളിപ്പെട്ടെ? എൽശദായിട്ട് ദൈവം എപ്പോഴാ വെളിപ്പെട്ടെ? 17:1 ഉൽപ്പത്തി. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ അതാണ് യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അതാണ് I am the
God Almighty, in the Hebrew El Shaddai. Hallelujah. എത്രാമത്തെ വയസ്സിൽ? 25ാമത്തെ വയസ്സിൽ, Hallelujah. 35, അല്ല. 45, അല്ല. 55, 65 വെളിപ്പെട്ട എൽഷദയായിട്ട്, 75 വെളിപ്പെട്ട എൽഷദയായിട്ട്, 85 വെളിപ്പെട്ട എൽഷദയായിട്ട്. എത്ര വെളിപ്പെട്ടെ? വായിക്ക്. അബ്രഹാമിന് 99 മൈക്കോണാക്ക്. അബ്രഹാമിന് 99 വയസ്സായി. അബ്രഹാമിന് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ 99 ആയപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. മതി. ഞാൻ സർവശക്തിയുള്ള ഇച്ചിരി കൂടെ എഫക്റ്റീവ് വായിക്കണം. അമ്മ ഞാൻ സർവശക്തിയുള്ള I am the God Almighty. I am El Shaddai. Oh Jesus. Hallelujah. ഇതെന്നെ 75 പറയാൻ, 76 പറയാൻ, 77 പറയാൻ, 78 പറയാൻ, 79 എല്ലാ പരിപാടിയും കഴിയുമ്പോൾ El Shaddai കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. Hallelujah. എൽ ശദായ് എന്ന റലം നീ കാണണമെങ്കിൽ നീ അസാധ്യത്തിൽ എത്തണം. Hallelujah. നീ എൽ ശദായെ കാണണമെങ്കിൽ നിന്റെ 75 പറ്റത്തില്ല, Hallelujah. 85 പറ്റത്തില്ല. പരിപാടി തീരണം. Hallelujah. ഫിനിഷ്. ലാസറിനെ കലറി വെച്ച് കർത്താവ് പറഞ്ഞു, ഇച്ചിരി കൂടെ നാറ്റം കൂടാനുണ്ട്. ചിലത് നാറ്റം വർദ്ധിപ്പിക്കണം. കാരണം എൽ ശദായായിട്ട് അവന് വെളിപ്പെടണമെങ്കിൽ അസാധ്യതയുടെ അറ്റത്ത് നീ എത്തണം. നിന്റെ മിനിസ്ട്രിയുടെ അസാധ്യതയിൽ നീ എത്തുമ്പോൾ നിന്റെ മിനിസ്ട്രിയിൽ എൽ ശദായ്, നിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ നീ എത്തുമ്പോൾ എൽ ശദായ്. ഇന്ന് നമ്മളെ യൂട്യൂബിൽ പിന്നെ കാണുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ അസാധ്യം എന്ന് പറയുന്ന മേഖലയിൽ ഇപ്പോൾ വഴി തുറക്കുക. അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് ഇടപെടുമായിരുന്നില്ല. ഇത് ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ ഒരു ടീച്ചിങ് അല്ല, ഇതൊരു ദൂതാണ്. നിങ്ങൾ ആ മാറ്റം ശ്രദ്ധിച്ചു കാണും. ഞാൻ ഇത് എഴുതിക്കൊണ്ട് വന്നതല്ല, ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. എന്റെ കയ്യിൽ ഒരു പേപ്പർ പോലും ഇല്ല. ഹല്ലേലൂയ. ഇന്നൊരു ദൂത് നിങ്ങളോട് പറയാം. നിന്റെ അസാധ്യതയുടെ മേഖല ഇപ്പോൾ ഓപ്പണാണ്. അവിടെ ഏത് റലം വെളിപ്പെടണം? എൽ ശദായ്. എൽ ശദായ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ സർവശക്തിയുള്ള ദൈവം. മറ്റിടത്ത് വായിച്ചു സൈന്യത്താലല്ല, നിന്റെ ശക്തിയാലല്ല. നിന്റെ ശക്തി പരാജയപ്പെടുമ്പോൾ സർവശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ശക്തി ആ മേഖലയിൽ ഒന്ന് അവസാനിക്കട്ടെ. അതിനുവേണ്ടി 1, 2, 3 കേസുകൾ മാറ്റിവിട്ടിരിക്കുക. ബാക്കി എല്ലാത്തിനും നിനക്ക് വിടുതലുണ്ട്. പക്ഷെ 1, 2 വിഷയത്തിൽ ഇല്ല. ആ മേഖലയിൽ എൽ ശദായ് വലം വെളിപ്പെടണം. അതിനുവേണ്ടി മാറ്റിയിട്ടിരിക്കുക. The realm called El Shaddai. I am the Almighty. ഞാൻ സർവ ശക്തിയുള്ള ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവം. അതെവിടാ വാക്യം? മത്തായിലാണോ? മത്തായി 3-ലാണോ? ഹല്ലേലൂയ.
മറോ ഷഹീദ. 3:9 വായിച്ചു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ. അടുത്തത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് കഴിയും. ആ കഴിവിനൊരു വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കൾ ഉണ്ടാകാം. നിങ്ങൾ ചോദിക്കുന്നേ, കർത്താവ് ഇനി ഒരു സാധ്യതയില്ലല്ലോ. നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വെച്ചും നിങ്ങളുടെ അതും ഇതും എല്ലാം വെച്ച് നിങ്ങൾ ഒരു തിയറി ഉണ്ടാക്കും. ഒരു ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇത് ചെയ്യാം. ഒരു ചുക്കും വേണ്ട. കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്, that is why he is El Shaddai. നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം മാറ്റമാണ്. ഹല്ലേലൂയ. മറിയ പറഞ്ഞു, മറിയാണോ മാർത്തയാണോ രണ്ടുപേരും കൂടെ അമ്മയെന്ന് എനിക്ക് ഓർമ്മയില്ല. 11-ാം അധ്യായം യോഹന്നാനിൽ പറഞ്ഞു, യേശുവേ ഇച്ചിരി മുമ്പേ മാർത്തയാന്ന് വായിച്ച് 11 21 യോഹന്നാൻ 11:21. യോഹന്നാൻ 11:21. നീ മൈക്കിൽ വായിച്ചേ. അല്ല, അത് ആന്റി തന്നെ വായിച്ചു. മാർത്ത യേശുവിനോട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ഓക്കേ, അവിടെ നിൽക്കട്ടെ. എന്റെ സഹോദരൻ ദീനം പിടിച്ച് കിടപ്പിലായിരുന്നു, നീ ഇവിടെ ആ സമയത്തുണ്ടെങ്കിൽ നടക്കുമായിരുന്നു. ഇനി പ്രതീക്ഷയില്ല. നമുക്ക് ഇതുപോലെ ചില കാൽക്കുലേഷൻ ഉണ്ട്. 5 വർഷം മുമ്പായിരുന്നെങ്കിൽ നടന്നേനെ. ബാങ്കിൽ 10 ലക്ഷം ഉണ്ട്, 1 ലക്ഷം കൂടെ ആണെങ്കിൽ ദൈവത്തിന് ഒപ്പിക്കും. ഇതിപ്പോ ഒന്നുമില്ലല്ലോ. ശകലം ഉണ്ടേ ഒന്നുകൂടെ ഇട്ട് പരിപാടി നടത്താം. ലാസർ മരിക്കാനായ ആ ടൈമിൽ നീ ഉണ്ടെങ്കിൽ എനിക്കറിയാം നീ ഒരുപാട് പേരെ സൗഖ്യമാക്കി. ഇത് നടക്കുമെന്നറിയാം. ഇനി നടക്കത്തില്ല. ഇനി അസാധ്യം. ഹല്ലേലൂയ. അപ്പൊ യേശു പറയും, ഇനിയാണ് എന്റെ പരിപാടി തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഇതാണ് എൽ ശദായ് റലം. ഇതെല്ലാവരുടെയും മുമ്പിൽ ദൈവത്തിന് കാണിക്കാൻ പറ്റത്തില്ല. സ്നേഹിതനോടെ കാണിക്കാൻ പറ്റും. അവരെ അങ്ങ് നാറ്റിച്ച് വമിപ്പിക്കും. ആരെ? സ്നേഹിതൻ. സാധാരണക്കാരെ അത് നാറ്റം വെക്കാൻ വിട്ട് അവന്റെ വിശ്വാസം പോകും. സാധാരണക്കാരനെ ബർത്തിമായി ഒക്കെ നാറ്റം വമിക്കാൻ വിടത്തില്ല. അലറുമ്പോഴേ അവന് സൗഖ്യം കൊടുക്കും. പക്ഷെ സ്നേഹിതനെ നാറ്റം വമിക്കാൻ വിട്ടുകൊടുക്കും. എന്നിട്ട് വരും. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥകൾ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. 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 യേശുവേ വാ, ജീവനാഥനായ തുള്ളത്തിൽ. യേശുവേ യേശുവേ നീ വാ, എൻ രക്ഷകനെ നിന്നിൽ അഭയം. ഓഹോ എൻ കർത്താവേ നീ മാത്രമാശ്രയ. എൻ രക്ഷകനെ നിന്നിൽ അഭയം.
യേശു വന്നിട്ടുണ്ട് അവസ്ഥകൾ മാറ്റാൻ ഓ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് entrando sato rama sata le reconosciamo prima se rimana saro shake അവസ്ഥകൾ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ. നീ വാ ജീവനാഥനായി ജീവനാഥനായി എന്നുള്ളത്തിൽ യേശുവേ യേശുവേ. നീ വാ എൻ രക്ഷകനേ എൻ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ നീ മാത്രമാശ്രയ എൻ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നു എന്റെ എൻ കർത്താവേ നീ മാത്രമാശ്രയ Hallelujah. 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 നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? റൂബ ഷെറ്റിയ ലേറിയ മകസിയ റൂബ ലസിയ റീമ ലശസിയ എൽ ഷദായ്. ഒന്ന് വിളിച്ച് എൽ ഷദായ്. എൽ ഷദായ്. എൽ ഷദായ് എൽ ഷദായ് എന്റെ കൂടെ. എന്റെ കൂടെ. എൽ ഷദായ് എന്റെ ഭവനത്തിൽ. എൽ ഷദായ് ദൈവം എൽ ഷദായിട്ട് വെളിപ്പെടാൻ പോകുകയാണ്. നമ്മളെ ഇനി ലൈഫിൽ കാണാൻ പോകുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എൽ ഷദായിട്ട് വെളിപ്പെടും. ഹല്ലേലൂയ. അത് വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. പക്ഷെ അതുവരെ നിങ്ങൾ സ്നേഹിതനായതുകൊണ്ട് നിങ്ങളെ അല്പം നാറ്റം വമിക്കാൻ വിട്ടാലും നിങ്ങൾ തളരാൻ പാടില്ല. അത് നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ബലം, നിങ്ങളുടെ സൈന്യം അത് നിർജീവത്വത്തിലേക്ക് പോകാൻ വേണ്ടി അത് ആ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടാൻ ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ബലത്താലല്ല, ഇറ്റ് ഈസ് ബൈ ദ സ്പിരിറ്റ് എന്ന വലിയ വെളിപ്പാട് ലഭിക്കാനുള്ള ഒരു യാത്രയാണ്, ഒരു ട്രെയിനിങ് ആണ്. അതിൽ നീ ഒന്ന് സമർപ്പിച്ചോ. കണ്ണുകൾ അടച്ചേ. ഇപ്പോൾ 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 കണ്ണുകൾ അടച്ചേ. ഇപ്പോൾ അസാധ്യതയായി നിൽക്കുന്ന ആ മേഖല പരിശുദ്ധാത്മാവ് എൽ ഷദായിട്ട് വെളിപ്പെടാൻ പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓപ്പൺ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ മീറ്റിംഗ് കണ്ടു കഴിയുമ്പോൾ തൊട്ട് പലർക്കും ഈ വീടിന് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം എല്ലാം അസാധ്യതകളുടെ മേൽ വഴികൾ തുറക്കും. നിങ്ങളുടെ ടെസ്റ്റിമണികൾ നിങ്ങൾ എഴുതി അയച്ചാട്ടെ, നിങ്ങൾ എന്നോട് അറിയിച്ചാൽ വലിയ ടെസ്റ്റിമണികൾ ഉണ്ടാകാൻ പോകുന്നു. അസാധാരണമാകുന്ന വഴികൾ തുറക്കാൻ പോകുന്നു, വാതിലുകൾ തുറക്കാൻ പോകുന്നു. ഭയങ്കര അൺലോക്കിങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ആത്മാവിൽ എൽ ഷദായായിട്ട് അവൻ നിന്റെ വഴികളെ തുറക്കുന്നു. ഇന്ന് രാത്രി ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ അത് ഏറ്റെടുക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ അത് ഏറ്റെടുക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പുതു വഴി വെട്ടുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. Receive it now. സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിൽ വാതിലുകൾ, വഴികൾ ഞങ്ങൾ ഇപ്പോൾ അൺലോക്കിംഗ് ചെയ്യുകയാണ്. അൺലോക്കിംഗ് ചെയ്യുകയാണ്. ഇനി അത് തുറന്നു കിടക്കട്ടെ. അടഞ്ഞ വാതിലുകൾ, അസ്തമിച്ച വാതിലുകൾ എല്ലാം അൺലോക്ക് ചെയ്യട്ടെ. എല്ലാം തുറന്നു വരട്ടെ. എല്ലാം തുറന്നു വരട്ടെ. എല്ലാം തുറന്നു വരട്ടെ. എല്ലാം തുറന്നു വരട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുകരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഓ ഷഹീദ ലേറി മഹസിയ ഈ പ്രിയ ജനത്തെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഇവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മാൻഡിലുകൾ അത് അസാധാരണമായ വിധത്തിൽ തുറന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും. തിരുകരത്തിൽ ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തി ഏൽപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ആ പാട്ട് ഒരു പ്രാവശ്യം കൂടെ പാടാം. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്, എന്നവസ്ഥകൾ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട്, എന്നവസ്ഥകൾ മാറ്റാൻ എന്നും ജീവിക്കുന്നു യേശുവേ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ പാട്ട് പോലെ അവരുടെ ജീവിതമായി തീരട്ടെ. In the name of Jesus we pray. Amen. Amen. നമുക്ക് ജയം ദൈവത്തെ സ്തുതിക്കാം. Hallelujah. 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 You are blessed in the realms. Amen. Amen.